അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ള കരിമീനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അയിലയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിമീൻ വറക്കാം, അയില കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ നന്നാക്കാനായിട്ട് ഇരിക്കുകയാണ്. കരിമീൻ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ തന്നെ, പക്ഷേ നന്നാക്കി എടുക്കാനാണ് ബുദ്ധിമുട്ട്, കൈയൊക്കെ ആകുന്നത് മുറിയും. അപ്പോൾ ഞാൻ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും രണ്ട് ചിറകും മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി അങ്ങോട്ട് വലിച്ച് ചീന്താറാണ് പതിവ്. ചേച്ചിയോട്ടും പറഞ്ഞു തൊലി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, ശരിയായ ടേസ്റ്റ് കിട്ടില്ല. അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് നന്നാക്കി എടുക്കാറ് കേട്ടോ. ബുദ്ധിമുട്ടിയാലും നന്നായി ഉപ്പിട്ടിട്ട് നന്നായി ഉരച്ച് കഴുകൂട്ടാ. അപ്പോൾ അത് അയില നന്നാക്കിയിട്ടുണ്ട്, കരിമീനും നന്നാക്കിയിട്ടുണ്ട്. കരിമീൻ അപ്പോൾ വരഞ്ഞിട്ട് വേഗം തന്നെ വറുക്കാനുള്ള മസാലയൊക്കെ കൂട്ടി വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കരിമീൻ വറുത്തത് മാത്രം മതി എല്ലാവർക്കും ചോറിനായിട്ടാ. പക്ഷേ ഇത് ഉച്ചയ്ക്ക് തന്നെ കഴിയും, രാത്രി ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും കറി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ കറി വെച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ കറി തിളച്ച് വന്നിട്ടുണ്ട്, മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളി കാച്ചെടുക്കുകയാണ്. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു ഉപ്പേരി നിർബന്ധമാണ്. എന്തായാലും ഞാൻ എത്ര മെനക്കെട്ടാലും ഉപ്പേരി വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനപ്പോൾ ഈ ഉപ്പേരി വെക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എനിക്കിൻ്റെ സമാധാനത്തിന് ഞാൻ അതും കൂടെ ഉണ്ടാക്കി. ചോറിൻ്റെ സമയത്ത് പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് കുറേശ്ശെ ഉപ്പേരി വെച്ച് കൊടുത്താൽ എല്ലാവരും ചോറിൻ്റെ ഒപ്പം തന്നെ കഴിച്ചോളും. അല്ലെങ്കിൽ ആരുടെയും വയറ്റിൽ പച്ചക്കറി എന്ന് പറഞ്ഞ സാധനം എത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മീനും വറുത്തു. എന്നാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചോറിനട്ടെ.